ഡാഡി റോബോട്ടിനെ പോലെ താഴെ വരുന്നുണ്ട്, ഒരു ചലനവും ഇല്ല. കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ടേ കുഞ്ഞിന്റെ അമ്മയും അമ്മയുടെ അമ്മയും അതായത് അമ്മൂമ്മയും കൂടെ ചേർന്ന് കളിക്കുക. ബായ് മാത്രം പറ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സാധാരണ ഏത് രാജ്യത്തിൽ പോയാലും മോളുകളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. കാരണം മോളുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ഒരു ഫീലും കിട്ടും. പ്ലസ് കൺവീനിയൻ്റ് ആണ് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ വിയറ്റ്നാമിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് മോൾ, അതൊരു അത്ഭുതം തന്നെയാണ്. കാരണം വിയറ്റ്നാമിൽ അത്രയും ഡെവലപ്ഡ് ആണെന്നൊന്നും പ്രതീക്ഷിക്കില്ല. അപ്പോൾ എന്തായാലും ഏഷ്യയിലെ ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് മോള് വിയറ്റ്നാമിലാണ്, ഹനോയിൽ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകും. ഇതാ മോളിൻ്റെ എൻട്രൻസ് ആണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മോളാന്നേ പറയില്ല, കാരണം ഒന്നുമില്ല ഇവിടെ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് മോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് താഴെ പോയി നോക്കാം എന്താ സംഭവം. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോളിൻ്റെ ഒരു ലുക്കും ഇല്ല ഇവിടെ. വേദ് ഒക്കം വരുന്ന വേദ് തന്നെ. സ്ലൈഡി വന്ന വേദ്. ഗൈസ്, മോള് സൂപ്പറാണ്, പക്ഷെ ശരിക്കൊരു പ്രേതാലയം പോലെയുണ്ട്. കാരണം ഇത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയിട്ടും കണ്ടോ, ഏറ്റവും ഫേമസ് മോളാണ് ഇവിടുത്തെ ഹനോയിലെ, പക്ഷെ ഒട്ടും ആളില്ല. പക്ഷെ നമുക്കപ്പോൾ നോക്കാം എന്തൊക്കെ മോളിലുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ഷോപ്പായ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇവിടുന്നാണ്. അതും ഇവിടെ ഉണ്ട്. അത് ഡിക്കാത്തലോൺ ആണ്. ഡിക്കാത്തലോൺ കണ്ടിട്ട് ഭയങ്കര സെറ്റപ്പാന്ന് തോന്നുന്നു. ഒന്ന് കയറി നോക്കട്ടെ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയുണ്ടോന്ന്. അപ്പോൾ മിക്ക ഗവൺമെൻറ്റും പറഞ്ഞിരിക്കുന്നത് ക്രൗഡഡ് പ്ലേസസ് അവോയ്ഡ് ചെയ്യാനാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ മോളിലേക്ക് വന്നിരിക്കുന്നത്. കാരണം ആ ഇൻസ്ട്രക്ഷൻ വന്നതോടെ മോളുകളൊക്കെ കാലിയാണ്. അപ്പോൾ ഞങ്ങൾ മോളിലാണെങ്കിലും വൺ ഓഫ് ദ ലീസ്റ്റ് ക്രൗഡഡ് പ്ലേസസ് ആണിത്. ഇപ്പോൾ ഇത് മെയിൻ ഷോപ്പിംഗ് ഫ്ലോർ ആണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ തിരക്ക്. ഗൈസ്, ഭയങ്കര വലുതല്ല, നല്ല രീതിയിലുള്ള ഓർഗനൈസ്ഡും ആണ്. അതെല്ലാ ഡിക്കാത്തലോൺ അങ്ങനെയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടെ വലുതാണെന്ന് തോന്നുന്നു നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാൻ ഏത് രാജ്യങ്ങളിൽ പോലെ ഞാൻ ടർക്കി പോയിട്ടുണ്ട്, കൊറിയ, പിന്നെ യൂറോപ്പിൽ, പിന്നെ ഏഷ്യൻ കൺട്രീസ്, അങ്ങനെ എല്ലായിടത്തും ഞാൻ ഡിക്കാത്തലോണിൽ പോകാറുണ്ട്. എല്ലായിടത്തും ശരിക്കും പറഞ്ഞാൽ ഒരേ റേറ്റ് ആണ്. ഒൺലി തിങ് ഐറ്റംസ് കിട്ടുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അവരുടെ ക്ലൈമറ്റും അവരുടെ സ്പോർട്സിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാറും. പക്ഷേ റേറ്റ്സ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസ് ആക്കുമ്പോൾ എല്ലായിടത്തും ഏകദേശം ഒരേ റേറ്റ് ആണ്. അപ്പോൾ അവരെവിടെയാണെങ്കിലും നമ്മൾ എവിടുന്ന് വാങ്ങിയാലും അങ്ങനെ ഐറ്റംസ് പ്രത്യേക ലാഭമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തായ്ലൻഡ് ആണെങ്കിൽ ബാഡ്മിൻ്റൻ്റെ കുറച്ചും കൂടെ കാര്യങ്ങൾ കാണും. യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിൽ കുറച്ചും കൂടെ സ്നോ സ്പോർട്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് കൂടുതൽ കാണും. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ബേസിക് പ്രൈസ് എല്ലാം ഒന്നായിരിക്കും. കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ടേ കുഞ്ഞിന്റെ അമ്മയും അമ്മയുടെ അമ്മയും അതായത് അമ്മൂമ്മയും കൂടെ ചേർന്ന് കളിക്കുക. കുഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അയ്യേ, ആ ഇത് ഒരാൾ എത്തി നോക്കുന്നുണ്ട് ബാക്കിൽ നിന്ന്. അപ്പോൾ അവൻ ഈ ബോൾ കണ്ടു വേദു. അപ്പോൾ അവനിപ്പോൾ അത് വേണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മളാണ് മനസ്സിലാവുന്നത്. പൈസ പോകുന്ന വഴി അറിയില്ല. ഇനി അത് എടുത്ത് കഴിഞ്ഞപ്പോൾ കരയും. ഒന്ന് എടുത്ത് നോക്ക്. താ വേദു, വേണ്ട അത്. കണ്ടോ, സമ്മതിക്കില്ല. ഇത് കൊണ്ടുപോയാ എപ്പോൾ കരയുന്ന നോക്കിക്കോ. അത് വേണ്ട, കൊണ്ടുവച്ചേക്ക്. വേണ്ട, നോ. കണ്ട, നടക്കില്ല. കൊടുക്കാണ്ടി. വേദുവിന്റെ എല്ലാ ടോയ്സ് വേദുവിന്റെ അമ്മയും അമ്മൂമ്മയും കൂടെ ചേർന്ന് കളിക്കും. വേദുവിനൊന്നും കിട്ടത്തില്ല.
ഗൈസ് ഇത് എനിക്ക് ശരിക്കും ഒരു സർപ്രൈസിങ് ആയിരുന്നു. കാരണം ബാറ്റ എന്ന് ഞാൻ വിചാരിക്കുന്നത് നാട്ടിലൊരു ലോക്കൽ ബ്രാൻഡായിട്ടാണ്. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിലല്ല, ഇന്ത്യയിൽ മാത്രമുള്ള ബ്രാൻഡായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ തായ്ലൻഡിൽ പോയാലും യൂറോപ്പിൽ പോയാലും എവിടെ പോയാലും ബാറ്റ അത്യാവശ്യം വലിയ കടകളുണ്ട്. നമ്മുടെ നൈക്കി അഡിഡാസ് ഒക്കെ പോലെ എല്ലാ മാൾസിലും കാണുന്ന ഒരു ബ്രാൻഡാണ് ബാറ്റ. അപ്പോൾ അത് ശരിക്കും എനിക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു, ബാറ്റ ഒരു ലോക്കൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ദുബായിലൊക്കെ മാത്രം കിട്ടുന്ന ഒരു ബ്രാൻഡായിരുന്നു എന്ന് എനിക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും യാത്ര ചെയ്തതോടെ മനസ്സിലായി ബാറ്റ ഒരു വലിയ സംഭവം തന്നെയാണ്. ഡാഡി റോബോട്ടിനെ പോലെ താഴെ വരുന്നുണ്ട്, ഒരു ചലനവും ഇല്ല. പറഞ്ഞാൽ മാത്രമേ ഹായ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ കാണിക്കൂ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് അടിയിൽ. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് ആണ്. ശരിക്കും ഭയങ്കര ഒരു വലിയ മോളാണ്. നമ്മുടെ ലുലുവിൻ്റെ ഒക്കെ അത്രയും തന്നെ ഉണ്ട്, പക്ഷേ എല്ലാം അണ്ടർഗ്രൗണ്ട്. അപ്പോൾ വിശക്കുന്നു, നമുക്ക് നല്ല ലഞ്ച് അവിടെ കിട്ടുമെന്ന് നോക്കാം. ഫുഡ് കോർട്ടിലെ കാഴ്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം വരുന്നൊരു കാഴ്ചയാണിത്. കാരണം ഈ വൈറസ് കാരണം എത്ര ബിസിനസ് കൂട്ടും, എത്ര കുടുംബം പട്ടിണിയാവും, എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നറിയില്ല ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ട്. കാരണം എല്ലാ ബിസിനസ്സും ലോകം എമ്പാട് ഇത് തന്നെയാണ് സ്ഥിതി. എവിടെ പോയാലും ഇപ്പോൾ ഞങ്ങൾ അടുത്ത ബാങ്കോക്കിലേക്കാണ് പോകുന്നത്, അവിടെ പോകുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. പക്ഷേ ഇവിടെയൊക്കെ ശരിക്കും നമ്മുടെ ലുലുവിൻ്റെ ഫുഡ് മോളിൽ കോട്ടുണ്ടല്ലോ, അത് കാലിയായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതും ഒരു മാസമൊക്കെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എല്ലാവരും പൂട്ടിപ്പോവും. അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് ഇവിടെ. നല്ല പൈസ മുടക്കി നല്ല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് ചെയ്തിട്ട് ഒറ്റ ആളില്ല. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എല്ലാവർക്കും അവരുടെ ജീവന് പേടിയുണ്ട്. പക്ഷേ ഇതാണിപ്പോൾ സ്ഥിതി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. പിന്നില്ല, സാധാരണ ഇവിടുന്ന് ഫ്രഷ് ഫിഷ് എടുത്താണ് അവർ നമുക്ക് കുക്ക് ചെയ്ത് തരുന്നത്. പക്ഷേ ഇതെല്ലാം കാലിയാണ് ഇപ്പോൾ, ടൂറിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. വീണ്ടും പറയാണ്, ഞായറാഴ്ചയാണ് ഏറ്റവും ഫേമസ് മോളിലെ ഫുഡ് കോർട്ടിൻ്റെ സീനാണ്. ഇതിപ്പോൾ ശരിക്കും ഹോളിവുഡ് മറ്റേ സോംബി പടങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെയാണ് സിറ്റുവേഷൻ. ലാസ്റ്റ് ഞങ്ങളിവിടെ ഒത്തൻറ്റിക് വിയറ്റ്നാമീസ് ഫുഡ് ഏതെങ്കിലും കഴിക്കാൻ വന്നിട്ട് പിസ്സ ഹട്ടിൽ തന്നെ കയറി. കാരണം ഇവിടെയുള്ള എല്ലാ ഫുഡ് കോർട്ടും ഏകദേശം എനിക്കൊന്ന് ലുലു വെച്ചൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്തായാലും ക്ലോസ് ടു ഒരു 70-80 സ്റ്റാൾസ് ഉണ്ട്. പക്ഷേ എല്ലാം ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ആൾക്കാരില്ല. അപ്പോൾ ബെസ്റ്റ് ഇങ്ങനെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ എന്ത് അതിശയിപ്പിച്ചുകൊണ്ട് ഇരിക്കുവാണ് ഈ മോള്. റോയൽ സിറ്റി മെഗാ മോൾ എന്ന് പറയും. ഇത് ഐസ് സ്കേറ്റിംഗ് റിംഗ് ആണ്, പക്ഷേ സൈസ് കണ്ട. ഓർക്കണം, ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് ആണ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ അണ്ടർഗ്രൗണ്ടിലാണ് ഇവർ മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൊഫഷണൽ ഒളിമ്പിക് സൈസ് ഐസ് റിംഗ് ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഗൈസ്, ഡയറി ക്വീൻ എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാവോ അതിൻ്റെ സ്പെഷ്യാലിറ്റി? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഡയറി ക്വീൻ്റെ ഐസ്ക്രീം വിൽ ബി സോ തിക്ക്, ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ലൈക്ക് ഒരു തിക്ക് മിൽക്ക് ഷേക്ക് പോലെയാണ്. പക്ഷേ അതിൻ്റെ സ്പൂൺ ഇട്ടിട്ട് കപ്പ് തിരിച്ചാലും അത് സ്പൂൺ വെളി വരില്ല. ഇവിടെ അങ്ങനെയാണോ എന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഓക്കെ, അവർ കമത്തിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ഒത്തൻറ്റിക് തന്നെയാണ്. താങ്ക് യു. അപ്പോൾ വേദുമോൻ ഐസ്ക്രീം കണ്ട ഉടനെ വേഗം എണീറ്റു. ഇനി എനിക്ക് കഴിക്കാൻ പറ്റുന്നതായിരിക്കില്ല, നോക്കിക്കോ. നൈസ് വേദു. വേദു സ്പൈഡർമാൻ്റെ വേണ്ട, സ്പൈഡർമാൻ ഐസ്ക്രീം എന്തിനാണ്? ആപ്സ് ഒക്കെ പോവും. നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് വാച്ച് ബ്രാൻഡായ കാർട്ടിയർ ഉണ്ട്. ഇതൊരു ലക്ഷറി മോളാണ്. അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പ്രിയനെ കാണാനില്ലായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു കെഫേ വന്നിരിക്കുമായിരുന്നു. അതൊരു ഐറ്റം കണ്ടുകൊണ്ടാണ്. അത് ഒരു പ്രിയയുടെ ഫേവറേറ്റ് ഡെസേർട്ടാണ്, ചൂറോസ് എന്ന് പറയും. അങ്ങനെ നുട്ടല്ല പീനട്ട്. അപ്പോൾ അത് കഴിക്കാനാണ് ആളെ നടുക്ക് വെച്ച് മുങ്ങിയത്. അത് വേദുവിന് പോലും കൊടുക്കില്ല. വേണ്ട കേട്ടോ വേദുവിന് മൈൻഡൊന്നും ഇല്ല. ടാറ്റ. ഓക്കെ, വൈകുന്നേരം ആയാലെങ്കിലും മോളിൽ കുറച്ചെങ്കിലും തിരക്കുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഇവിടുത്തെ സ്റ്റഫ്ഡ് ബെയർ വരെ മാസ്ക് വെച്ചിട്ടുണ്ട്.
അപ്പോൾ പ്രിയയുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു സൈക്കിൾ റിക്ഷയിൽ പോകാൻ. അത് ഇവിടുത്തെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനുമാണ്. ഇത് നേരെ ഈ കാണുന്ന ലേക്കിന് ചുറ്റും പോകുന്നതായിരിക്കും. അപ്പോൾ പ്രിയയും മമ്മിയും വേദും ഒരു സൈക്കിൾ റിക്ഷ യാത്രയിലേക്കാണ്. അപ്പോൾ ഞാൻ പോകുന്നില്ല, ബാക്കി സെൽഫി വീഡിയോ ഇവർ തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനും മമ്മിയും റിക്ഷയിലാണ്. ഞാനും മമ്മിയും വേദു ഉണ്ട്. വേദു ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് ഞങ്ങളെ ഉന്തിക്കൊണ്ട് പോകുന്ന പാവം മനുഷ്യൻ. അയ്യോ, അയാൾക്ക് വലിയ വേദുവിന്റെ സന്തോഷം നോക്കിയേ. ആദ്യമായിട്ടാണ് വേദു സൈക്കിൾ റഷ്യയില്. ആരാ പൊന്ന്? നമുക്കൊരെണ്ണം വാങ്ങാം വേദു നാട്ടില്. വേദുവിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു സൈക്കിൾ റഷ. നമ്മൾ സൈക്കിൾ റഷ പോവാണ് വേദു. നല്ല സുഖമുണ്ട് കേട്ടോ ഇങ്ങനെ സൈക്കിൾ റഷയിൽ പോവാൻ. എനിക്ക് എറണാകുളത്ത് ഇതുമായിട്ട് സൈക്കിൾ റഷ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. പണ്ട് സ്കൂളിൽ ഇവിടെ സൈക്കിൾ റിക്ഷയിലാണ് പോയിരുന്നത്, ഭാരതി വിദ്യാഭവൻ കിണ്ടർഗാർഡനിൽ. പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല. സൈക്കിൾ റിക്ഷ സ്റ്റോപ്പ് ചെയ്തില്ലേ, അതുകൊണ്ടുണ്ട്. പൂർണ്ണമേ ഈ സൈക്കിൾ റിക്ഷയിൽ തന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് വേദുവിനെ സൈക്കിൾ റഷയിൽ സ്കൂളിൽ വിടാൻ നോക്കാം. എന്നിട്ട് അപ്പയായിരിക്കും വേദുവിനെ സൈക്കിൾ റഷയിൽ കൊണ്ടുപോകുന്നത്. ഇന്ന് ഹനോയിലെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഒരു സ്ട്രീറ്റ് ഡിഷ് ഉണ്ട്, പഞ്ച എന്ന് പറയും. അത് ഒബാമ വന്ന് ആന്റണി ബോഡെ എന്ന് പറഞ്ഞൊരു എക്സ്ട്രീംലി ഫേമസ് ഇന്റർനാഷണൽ ഷെഫ്, ഭയങ്കര പോപ്പുലർ ഷെഫാണ് ഈ ആന്റണി ബോഡെ. അപ്പോൾ അവർ രണ്ടും കൂടെ വന്ന് ഈ ഹനോയിൽ ഒരു സാധാരണ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളിൽ കയറിയാണ് ഇത് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ആ സെയിം ഡിഷ് ആ സ്റ്റോളിൽ നിന്ന് തന്നെ കഴിക്കുവാണ്. വളരെ സിമ്പിൾ ഡിഷാണ്. അവർ റൈസ് നൂഡിൽസ് തരും, ഇങ്ങനെ കുറേ ഇലകൾ തരും, ആൻഡ് അതിൻ്റെ ഒരു സൈഡ് സൂപ്പ് ബ്രോത്ത് തരും. ജസ്റ്റ് നമ്മൾ ഈ നൂഡിൽസ് എടുത്ത് ഈ ബ്രോത്തിലേക്ക് ഇടുക, ആൻഡ് അതിൻ്റെ കൂടെ ഈ ലീവ്സും എടുത്തിടുക, എന്നിട്ട് കഴിക്കുക. അപ്പോൾ ഇത്രയും സിമ്പിൾ ഡിഷാണ്, പക്ഷേ ഫുൾ ഓഫ് ഫ്ലേവറാണ്. അപ്പോൾ ഇതായിരിക്കും ഞങ്ങളുടെ ഹനോയിലെ ലാസ്റ്റ് മീൽ. ചില്ലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിൻ്റെ ഗാർലിക്കും ഉണ്ട്, ചില്ലിയും ഉണ്ട്. പക്ഷേ ഇവരുടെ ചില്ലിയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല, അത്രയും സ്പൈസിയാണ്. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് ഗാർലിക് ഇടാം, എന്തായാലും നല്ല ഫ്ലേവർ കിട്ടുമല്ലോ ഗാർലിക്. ഇനി ഈ നൂഡിൽസ് ജസ്റ്റ് ഇങ്ങനെ കുറച്ചെടുക്കുക, മുക്കുക. ഔട്ട്സ്റ്റാൻഡിങ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഫുഡ് ആണ്. ഒന്നും കൂടെ പറയാം, വീണ്ടും ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, അത്രയും നല്ല സാധനം പഞ്ച. പക്ഷെ ലാസ്റ്റ് ഡേ ആണ് ട്രൈ ചെയ്തത് ഇന്ത്യന്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഇത് വിയറ്റ്നാം എയർപോർട്ടാണ്. അപ്പോൾ ഇപ്പോഴും സിറ്റുവേഷൻ അതുപോലെ തന്നെയാണ്, ഫുൾ കാലിയാണ് എയർപോർട്ട്. ഇപ്പോൾ നാട്ടിൽ കുറേ ഹെൽത്ത് സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽ ഒരു ഹെൽത്ത് ഫോം ഒക്കെ ഫില്ല് ചെയ്യണം. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വീട്ടിൽ പോയി 14 days ക്വാറൻറ്റീൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാതെ ഇരുന്ന് എല്ലാ ദിവസവും ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് വരാൻ കുറേ സമയമെടുക്കും. അപ്പോഴേക്കും ഹോപ്പ്ഫുള്ളി കൊറോണയുടെ പേടിയൊക്കെ മാറി എല്ലാ രാജ്യങ്ങളും തിരിച്ച് അവരുടെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് വരും എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൊറോണ ആർക്കും അധികം പ്രശ്നം ഉണ്ടാക്കില്ല എന്നും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വിയറ്റ്നാമിൽ നിന്ന് ബൈ ബൈ.